തീരുമാനിച്ചത് പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും ഇത് യോഗത്തിൽ അറിയിക്കാനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അത് ഞങ്ങളൊന്ന് അവതരിപ്പിക്കും. ഈ പാറമേക്കാവ് ഒരു തീരുമാനമെടുത്തു, തിരുവമ്പാടി സമാനമായ രീതിയിൽ അവരിതുപോലെ തന്നെ പുനം നടത്താനുള്ള തീരുമാനം തന്നെ. ഈ രാജേട്ടാ, ഇപ്പോൾ തിരുവമ്പാടി ഇന്നലെ യോഗം ചേർന്നു. അവരും പറയുന്നത് ഈ വെടിക്കെട്ട് ഒഴിവാക്കിയുള്ള ഇതിലേക്ക് പോവുകയാണെന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമ്മൾ പാറമേക്കാവ് നോക്കിക്കാണുന്നത്? ഞങ്ങളുടെ ഇന്നലെ വന്ന ഒരു വികാരം എന്ന് പറഞ്ഞാൽ സാമ്പിൾ ഒഴിവാക്കുക, മറ്റേ വെടിക്കെട്ടുകൾ നടത്തുക. സാമ്പിൾ ഒഴിവാക്കുക, മറ്റേ വെടിക്കെട്ട് നടത്തുക. ആ മെയിൻ വെടിക്കെട്ടും പകൽപ്പൂരം കഴിഞ്ഞിട്ടുള്ള വെടിക്കെട്ടും നടത്തുക എന്നുള്ളൊരു വികാരമാണ് ഇന്നലെ വന്നത്. അപ്പോൾ അതും അറിയിക്കും. ഇന്നലെ മീഡിയയിലൊക്കെ വന്നു, ഇങ്ങനെ ഞങ്ങളുടെ ലൈസൻസിനെ ഓവർ കൂടുതൽ സാമഗ്രികളുള്ള കാരണം അയാളുടെ ഗോഡൗൺ സീൽ ചെയ്യുകയും അയാളുടെ പേരിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തീർത്തും തെറ്റായൊരു നടപടിയാണ്. അതിൽ നിന്നും പാലക്കാട് കളക്ടറും പാലക്കാട് കമ്മീഷണറും പിന്മാറണം. എന്തുകൊണ്ടെന്നാൽ പെസോൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ലൈസൻസി അത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. തീർത്തും നിയമപ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. ഹൈക്കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള നടപടികൾ ആലോചിക്കുന്നുണ്ടോ? അത് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഡിസ്ട്രിക്ട് അതോറിറ്റീസിനെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും ഇത് അറിയിക്കുക. അവർ വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ പിന്നെയാണല്ലോ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ലീഗലായിട്ട് പോകും. അതായത് അവിടെ ഞാൻ മനസ്സിലാക്കിയത് ഇത് 1000-1500 കിലോ കണ്ടു എന്നുള്ള പറഞ്ഞിട്ടാണ് സീസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അയാൾക്ക് 6000 കിലോ വരെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഉള്ള നിർദ്ദേശം പെസോ തന്നെ നൽകിയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ 10 കൊല്ലമായിട്ടും ഇങ്ങനെ തന്നെയാണ് നടക്കാറ്. കഴിഞ്ഞ കൊല്ലം പാലക്കാട് ഇതേ സ്പോട്ടിൽ നിന്നും പോലീസിൻ്റെയും റവന്യൂവിൻ്റെയും എസ്കോർട്ട് കൂടിയിട്ടാണ് ഈ ഫയർ വർക്ക്സ് വരാറ്. അപ്പോൾ അവരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തീർത്തും ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ള ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലക്കാട് കളക്ടർ ഇന്ന് പിന്മാറണം. അവർ ഇൻഫോം ഡിസിഷൻ എടുക്കണം. അവരിതിൻ്റെ കീഴ്വഴക്കം മുഴുവൻ പഠിച്ച് ഈ പേപ്പർ ഈ ഫയൽ സ്റ്റഡി ചെയ്തിട്ട് ഇതെങ്ങനെയാണ് നടന്നിരുന്നത് എന്നുള്ള സ്റ്റഡി ചെയ്തിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. അതുപോലെ നീ പറഞ്ഞതിൽ നിന്ന്, അതായത് സാമ്പിൾ ഒഴിവാക്കുന്നു, മെയിൻ വെടിക്കെട്ടുകളും നടത്തും, നടത്തണം എന്നുള്ളൊരു വികാരമാണ് ഉണ്ടായിട്ട്.